ഹായ് എവരിവൺ. ഞാനൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നിനെ കുറിച്ചല്ല. പല കസ്റ്റമേഴ്സും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് പല പല ബ്രാൻഡ് ക്രിയാറ്റിനാണ് കാണുന്നത്. ഏത് ബ്രാൻഡ് ക്രിയാറ്റിനാണെങ്കിലും ക്രിയാറ്റിൻ കട്ടിയായി പോകുന്നു. അതായത് ഉപയോഗിച്ച് തുറന്നതിന് ശേഷം ക്രിയാറ്റിൻ വളരെ പെട്ടെന്ന് തന്നെ കട്ടിയായി പോകുന്നതായിട്ട് പല കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില റീസൺസ് കസ്റ്റമർ കംപ്ലയിൻറ്റ് നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോൾ ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ ഓർക്കുക, എപ്പോഴും ക്രിയാറ്റിൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. ഒന്നോ രണ്ടോ വട്ടം ഷേക്ക് ചെയ്തിട്ട് തിരിച്ച് വയ്ക്കുക. രാവിലെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അതായത് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് എന്താ പറയുന്നത് ഒരു ക്ലിയറായി പോകാൻ വേണ്ടി നമ്മളങ്ങനെ ഒന്നോ രണ്ട് ഷേക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. രണ്ടാമതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ എൻ്റെ ഓപ്പൺ ചെയ്ത ക്രിയാറ്റിൻ ഇരിപ്പില്ല, ഞാൻ വേറൊരു പ്രോഡക്റ്റിനകത്താണ് കാണിക്കുന്നത്. അത് നമ്മൾ ഏത് പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനൊരു സംഭവം നമ്മൾ കാണാറുണ്ട്, എല്ലാവരും കണ്ടുണ്ടായിരിക്കും. ഇത് സിലിക്ക ജെല്ലാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈർപ്പം, ഇതിനകത്തുണ്ടാകുന്ന ഈർപ്പം പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ഈർപ്പം അതിലേക്ക് വരാണ്ടത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിത് ഉപയോഗിച്ചൊരു പാക്കറ്റിനകത്ത് കിടക്കുന്ന സിലിക്ക ജെല്ല് കിടക്കുന്ന ഒരു പാക്കറ്റാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അത് കാണാൻ കഴിയും. അതിനകത്ത് ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് പൊടി തന്നെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ഇതിപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം അടച്ചു വെച്ച പാക്കറ്റാണ്, ഒരുപാട് നാളായ പാക്കറ്റാണ്. അതിലിപ്പോഴും ഇത് കാണാൻ കഴിയും. അതേസമയം വേറൊരു പാക്കറ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഇതൊരു വേറൊരു പാക്കറ്റാണ്. സിലിക്ക ജെല്ല് നമ്മൾ മാറ്റി വെച്ച പാക്കറ്റായിരുന്നു. ഇതിൽ സിലിക്ക ജെല്ല് നമ്മൾ വേറെ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം കണ്ടില്ലേ, സൈഡിലും അകത്തും ഒക്കെ കട്ട പിടിച്ചിരിക്കുന്നത് കാണാൻ കഴിയും, കണ്ടില്ലേ? അപ്പോൾ ഇതുകൊണ്ട് ഈ സിലിക്ക ജെല്ല് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടാബ്ലറ്റ്സുകളിലാണെങ്കിലും എടുത്ത് മാറ്റാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ക്രിയാറ്റിൻ നോർമലി പുറത്ത് തന്നെ നമ്മൾ ടെമ്പറേച്ചർ തന്നെ വയ്ക്കുക. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു സിലിക്ക ജെല്ല് അല്ലേ, ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാത്തിലും കാണുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്കൂപ്പ്, പിന്നെ സിലിക്ക ജെല്ല്. അപ്പോൾ ഈ ജെല്ല് കഴിവതും എടുത്ത് കളയാണ്ട് സൂക്ഷിച്ച് വയ്ക്കുക. അതിനകത്ത് തന്നെ ഇട്ടിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പ്രോട്ടീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നുണ്ടെങ്കിൽ സിലിക്ക ജെല്ല് വേണമെങ്കിൽ പൊട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ടേപ്പ് എടുത്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ നമുക്ക് അല്ലാതെ ഉപയോഗിക്കാം. വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സിനകത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ സംഭവം ഈ സിലിക്ക ജെല്ല് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കട്ടിയായി പോകുന്നു, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്. അതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഞാനിപ്പോൾ ഈ തന്നത്.